വെള്ളമുണ്ടും ഷർട്ടും ധരിച്ചയാൾ പുലർച്ചെ 2-ന് മോഷണം നടന്ന വീടുകൾക്ക് സമീപത്തെ റോഡിലൂടെ കടന്നുപോകുന്നു. മോഷണത്തിന് പിന്നിൽ ഇയാളാണെന്നാണ് സംശയം. മറ്റിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ്. ശാസ്താംതൊണ്ടിൽ അനീഷ് കുമാർ, ആശാരിപ്പറമ്പിൽ അരുൺ പ്രതാപ് എന്നിവരുടെ വീടുകളിലാണ് മോഷണം. കിടപ്പുമുറിയുടെ തുറന്നിട്ട ജനലിലൂടെയാണ് സാധനങ്ങൾ അപഹരിച്ചത്. ജനാല വഴി കൈത്തോട്ടി കടത്തി കൊളുത്തുപയോഗിച്ച് ബാഗും മറ്റും ഉയർത്തിയെടുത്തുവെന്നാണ് സംശയം. അനീഷ് കുമാറിന്റെ വീട്ടിൽ കിടപ്പുമുറിയിലെ മേശമുകളിൽ വെച്ചിരുന്ന ബാഗോടെയാണ് സ്വർണവും പണവും അപഹരിച്ചത്. 2,10,000 രൂപയും 3 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് വാങ്ങിയെടുത്തോണ്ട് വെച്ച പൈസയാണ്. എനിക്കിന്നൊരു പാർട്ടി കൊടുക്കാനുള്ള പൈസയായിരുന്നു. അപ്പം രാവിലെ അറിഞ്ഞ് ബാഗില്ല. അങ്ങനെയാണ് ചേട്ടച്ചാരെ വിളിച്ച് പറഞ്ഞു. ഞാൻ പോലീസ് വരുമെന്ന് അവർ അന്നേരമാണ് അറിയുന്നത്. എന്നെ സാധനം കൊള്ളാൻ പോയിട്ടുണ്ട്. അരുൺ പ്രതാപും ഭാര്യയും ഉറങ്ങാൻ നേരം മാല ഊരി മേശപ്പുറത്ത് വെച്ചു. 3 പവൻ താലിമാല, 2 പവൻ തൂക്കമുള്ള മറ്റൊരു മാല, 7 ഗ്രാമിന്റെ കമ്മൽ എന്നിവയാണ് അപഹരിക്കപ്പെട്ടത്. നമ്മൾ രാവിലെ നോക്കുമ്പോൾ റൂമിനകത്ത് മാലയൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ രാത്രി കിടന്നത്. രാവിലെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അടുത്ത വീട്ടിലും പോയെന്ന് പറഞ്ഞു, മനസ്സിലായി. അപ്പം അതിനുശേഷം മനസ്സിലായപ്പോൾ ആരുടെ എടുത്തുകൊണ്ട് പോയെന്ന് മനസ്സിലായി. ഇവിടെ പിന്നെ കുറേ കമ്പോലൊക്കെ ജനലിൻ്റെ അവിടെ കിടപ്പുണ്ട്. ഇരു വീടുകളും തമ്മിൽ 200 മീറ്റർ മാത്രമാണ് അകലം. സമീപത്ത് മറ്റു വീടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജനാല തുറന്നിട്ട 2 വീടുകളിൽ മാത്രമാണ് മോഷണമുണ്ടായത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് തെളിവെടുത്തു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.